ഹലോ, നമസ്കാരം. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിന് ഞാൻ തന്നെ പേരിട്ടേക്കുന്നത് ക്രിസ്പി ഫ്രൂട്ട് ആൻഡ് വെജി സാലഡ് എന്നാണ്. പേര് പോലെ ക്രിസ്പി ആയിട്ട് നമ്മൾ 1-2 നട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട് എടുക്കുന്നുണ്ട്, ആപ്പിൾ, പിന്നെ കുറച്ച് വെജീസും എടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ എല്ലാ സാലഡിലും ഉള്ള പോലെ തന്നെ ക്യാരറ്റും കുക്കുംബറും എടുത്തിട്ടുണ്ട്. കുറച്ചൊരു പുളി, ഒരു ടാങ്കി ടേസ്റ്റിന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മധുരം, ആ ഒരു ബാലൻസ് വരാൻ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ആപ്പിളും എടുത്തിട്ടുണ്ട്. ടൊമാറ്റോയുടെ തൊലി കളഞ്ഞോ കളയാതെയോ യൂസ് ചെയ്യാം. എനിക്ക് കളഞ്ഞെടുക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് തൊലി ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ അതോടെയും യൂസ് ചെയ്യാവുന്നതാണ്. ക്യാരറ്റ്, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ തൊലി ഞാൻ കളഞ്ഞില്ല. കുറച്ചൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചത്. സാലഡ്സിൽ പച്ചക്കറികൾ അരിയുന്ന സൈസും കൺസിസ്റ്റൻസിയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും മാറും. ഞാനിപ്പോൾ ഇത് നീളത്തിൽ സ്ലൈസസ് ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ നീളത്തിൽ അരിയുവാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ വട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഒരു വെജിറ്റബിൾ എങ്ങനെയാണ് അരിഞ്ഞേക്കുന്നത് ബാക്കിയെല്ലാം അതേ കൺസിസ്റ്റൻസിയിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത്. ഈ ഒരു രീതിയിൽ. അടുത്തത് കുക്കുംബർ കട്ട് ചെയ്യാൻ എടുത്തപ്പോഴാണ് അകത്ത് കുറച്ചധികം അരിയാണെന്ന് ഞാൻ കണ്ടത്. ഞാൻ യൂഷ്വലി ഇതിന് സുക്കീനിയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ എൻ്റെ അതില്ലായിരുന്നു. സുക്കീനി ഒരു ടൈപ്പ് ഓഫ് കുക്കുംബറാണ്. നമ്മുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് അതിന് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് സുക്കീനി. ഇതിന് അരി ഭയങ്കര കുറവായിരിക്കും. സാലഡ്സിലൊക്കെ ഇടാൻ ഇതായിരിക്കും കുറച്ചും കൂടെയും നല്ലത്. ബോട്ട കണ്ടൻറ്റും കുറവായിരിക്കും. കുക്കുംബറിൽ അതേസമയം വെള്ളം വളരെ കൂടുതലായിരിക്കും. സോ നിങ്ങൾക്ക് സുക്കീനി കിട്ടുവാണെങ്കിൽ അതെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ കുരു കളഞ്ഞെടുത്താൽ മതി കുക്കുംബറിൻ്റെ. അതും ഇതുപോലെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യുക. വീണ്ടും നീളത്തിൽ എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. മറ്റേ ക്യാരറ്റ് അരിഞ്ഞ അതേ കൺസിസ്റ്റൻസിയിൽ. ടൊമാറ്റോ അരിയാം. എനിക്ക് പേഴ്സണലി ഭയങ്കര അരിയാൻ ഇഷ്ടമുള്ളൊരു പച്ചക്കറിയാണ് ടൊമാറ്റോ. നമ്മൾ കറക്റ്റ് ഇങ്ങനെ രസത്തിന് അരിഞ്ഞ് വരും. അത് ഇതുപോലെ സ്ലൈസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നീളത്തിൽ അരിയാം. ഇതിൻ്റെയും കുക്കുംബറിൻ്റെ പോലെ കുരു മാറ്റാവുന്നതാണ്. ഒത്തിരി കുരു ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ കട്ട് ചെയ്യുന്നതിന് മുന്നേ മാറ്റാം. അല്ല നിങ്ങൾക്ക് കുരു കീപ്പ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ആപ്പിളും അതുപോലെ തന്നെ സ്ലൈസ് ചെയ്ത നീളത്തിൽ കട്ട് ചെയ്യാം. ആപ്പിൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ കറുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് ആഡ് ചെയ്യാം. അപ്പം എൻ്റെ കയ്യിലുള്ളത് ലിമോങ്ക എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺസെൻട്രേറ്റഡ് ലൈം ജ്യൂസാണ്. അപ്പോൾ ഞാൻ അതാണ് ആഡ് ചെയ്യുന്നത്. 1-2 സ്പൂൺ ഇട്ടാൽ മതി. ലൈം ജ്യൂസ് ആഡ് ചെയ്ത് ഇളക്കി വെക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് കറക്കത്തില്ല. പിന്നെ ഞാൻ കൊറിയാണ്ടർ ഇടുന്നുണ്ട്, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കൊറിയാണ്ടർ ഇഷ്ടം അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മുടെ ആഡ് ചെയ്ത പച്ചക്കറി എല്ലാം അരിഞ്ഞിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ക്യാരറ്റ്, കുക്കുംബർ, അതുപോലെ ആപ്പിൾ ആൻഡ് ടൊമാറ്റോ. ഇനി ഇതിലേക്ക് നമ്മുടെ 2 നട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പീനട്ടും മറ്റേ ബദാമുമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചുമ്മാ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. സോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ്സിന് നല്ലതാണ്. കുറച്ചും കൂടിയും ഇതാണ് നമ്മുടെ ഡ്രസ്സിങ്. ബേസിക്കലി നമ്മൾ ഡ്രസ്സിങ് യൂസ് ചെയ്യുന്നത് സോൾട്ട് ആൻഡ് പെപ്പറും ഈ ലൈം ജ്യൂസുമാണ്. ഞാൻ 2-3 സ്പൂൺ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ടാങ്കിയാണ്, എത്ര പുളിപ്പാണ് ഇഷ്ടം, അതനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. 2 സ്പൂൺ ആഡ് ചെയ്തൊന്ന് ഇളക്കിയിട്ട് വീണ്ടും സ്വാദനുസരിച്ച് ആഡ് ചെയ്താൽ മതി. മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്യുവാണ്. ഒരു
ആ സ്പൂണിനൊരു 1/4 ഭാഗമാണ് ഞാൻ ആഡ് ചെയ്തത്. സോൾട്ടും എത്ര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ അല്ലാണ്ട് ഒരു പാത്രത്തിൽ ലൈം ജ്യൂസ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് സോൾട്ടും പെപ്പറും ചേർത്ത് ഇളക്കി എല്ലാം കൂടി ഒരുമിച്ചും ഒഴിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിരിക്കും. സാലഡ് ഇങ്ങനെ ഇളക്കുന്ന 2 ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ മുറിഞ്ഞു പോകത്തില്ല. മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ബീട്രൂട്ട് ആഡ് ചെയ്യാം, ക്യാപ്സിക്കം നിങ്ങളുടെ ഇഷ്ടത്തിന്. അതുപോലെ തന്നെ സാലഡ് ഡ്രസ്സിങ്ങിൽ ഹണി ആഡ് ചെയ്താൽ കുറച്ചും കൂടിയും മധുരമായിരിക്കും. അതുപോലെ തന്നെ മസ്റ്റർഡ് ക്രഷ് ചെയ്തത് ചതച്ചതിടുവാണെങ്കിൽ ഇച്ചിരി കൂടി ഒരു ബിറ്റർ ടേസ്റ്റ് വരും. യെസ്, അപ്പം നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.